प्यारी हिंदी सबसे निराली, मस्ती भरी है बातें ये प्यारी. പ്രിയ കുട്ടികളെ, മേരി പ്യാരി ഹിന്ദി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ തേർഡ് കവിതയുടെ ക്വസ്റ്റ്യൻ ആൻസറുകളുമായിട്ടാണ്. ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ കവിതയുടെ വിശ്ലേഷണം ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ആ കവിതയുടെ വിശ്ലേഷണം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോയിലേക്ക് വരിക. ആ വീഡിയോ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കായിട്ട് നൽകിയിട്ടുണ്ട്. എല്ലാവരും അത് കണ്ടതിന് ശേഷം ക്വസ്റ്റ്യൻ ആൻസറിന്റെ വീഡിയോ കാണുമല്ലോ. താങ്ക് യു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, धूप सिली तो बिखर गई कदरन कदरन छायाए, इससे क्या दृश्य उफर आता है. നമ്മൾ വിശ്ലേഷണത്തിൽ കണ്ടതാണ്. ഞാൻ ഇതിന് 2 തരത്തിലാണ് ആൻസർ തന്നിരിക്കുന്നത്. ആദ്യത്തേത് ഒരു പ്രസന്റേഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ആ പ്രസന്റേഷനിൽ വെയില് മരങ്ങൾക്കിടയിലൂടെ അരിച്ചിറങ്ങുമ്പോൾ ഉള്ള അതിമനോഹരമായ ഒരു ദൃശ്യവും അതിന്റെ വിവരണവുമാണ് തന്നിരിക്കുന്നത്. ആദ്യം ഞാൻ വിവരണം തന്നിരിക്കുന്നു, അതിനുശേഷം ദൃശ്യം തന്നിരിക്കുന്നു. ചിത്രം കണ്ടല്ലോ എല്ലാവരും. വെയില് മരങ്ങൾക്കിടയിലൂടെ അരിച്ചിറങ്ങുമ്പോൾ നിഴലുകൾ കഷ്ണങ്ങളായി എന്നാണ് കവി പദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ? എത്ര കൃത്യമാണെന്ന് ഈ ചിത്രം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. ഇനി അതിന്റെ ഒരു വിശദീകരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാനൊന്ന് വായിക്കാം. ധൂപ് സിലി തോ ബിഖർ ഗയി കദരന് കദരന് ഛായായെ, इससे क्या दृश्य उफर आता है. आंसर, एक शांत वनों या बड़े बड़े पेड़ों की ओट में जब सूर्य की सुनहरी किरणें चित्रित पत्तों के जरिए छनकर आती है तो चारों तरफ छायाओं की लंबी लंबी कतारें और छोटे छोटे धब्बे बन जाते हैं. यह नजारा मानो प्रकृति की सुई और धागा लेकर धूप को सिलती और छायाओं को बिखरती हो. यह एक अलौकिक, शांत और लयबद्ध अनुभव होता है जहाँ प्रकाश और छाया मिलकर एक नाजुक कला बनाते हैं. ഇതിന്റെ മലയാളത്തിലുള്ള വിശദീകരണവും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ശാന്തമായ ഒരു വനത്തിലോ വലിയ മരങ്ങളുടെ മറവിലോ സുഷിരങ്ങളുള്ള ഇലകളിലൂടെ സൂര്യന്റെ സ്വർണരശ്മികൾ അരിച്ചിറങ്ങുമ്പോൾ ചുറ്റും നിഴലുകളുടെയും ചെറിയ പൊട്ടുകളുടെയും നീണ്ട വരകൾ സൃഷ്ടിക്കപ്പെടുന്നു. പ്രകൃതി ഒരു സൂചിയും നൂലും ഉപയോഗിച്ച് സൂര്യപ്രകാശം തുന്നിച്ചേർത്ത് നിഴലുകൾ പരത്തുന്നത് പോലെയാണ് ഈ രംഗം. ഇത് ഒരു അമാനുഷികവും ശാന്തവും താളാത്മകവുമായ അനുഭവമാണ്. അവിടെ വെളിച്ചവും നിഴലും സംയോജിപ്പിച്ച് സൂക്ഷ്മമായ ഒരു കല സൃഷ്ടിക്കുന്നു. നിങ്ങൾക്കിത് കുറിച്ചെടുക്കാവുന്നതാണ്. ഇത് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് ചിത്രം സഹിതം നിങ്ങൾക്കിത് തന്നത്. ഇത് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ പഠിക്കുമ്പോൾ അല്പം കൂടെ ലളിതമായിട്ട് പഠിക്കാൻ വേണ്ടി ഈ ആൻസർ ഞാൻ അല്പം കൂടെ ചെറുതാക്കി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് തരാം. നോക്കൂ. ധൂപ് സിലി തോ ബിഖർ ഗയി കദരന് കദരന് ഛായായെ, इससे क्या दृश्य उफर आता है. വെയിലിനെ തുന്നാൻ നോക്കുമ്പോൾ അത് ചിതറിപ്പോയി ചെറിയ ചെറിയ നിഴലുകളുടെ കഷ്ണങ്ങളായി മാറി. इससे क्या दृश्य उफर आता है. ഇതിൽ നിന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ദൃശ്യം എന്താണ്? ആൻസർ, जब धूप सुली तो वह बिखर गई और छोटे छोटे टुकड़ों में छायाएं बन गई. अर्थात जब धूप आती है तो वह बिखर जाती है. उसकी कतरन कतरन जैसे पेड़ की कतरने छायाएं बन जाती है. यानी पेड़ की पत्तियां धूप को रोक कर
छोटे छोटे टुकड़ों में छाया बनाती है. മരം സൂര്യപ്രകാശം തുന്നിച്ചേർത്തപ്പോൾ അത് ചിതറിപ്പോകുകയും ചെറിയ നിഴലുകൾ രൂപപ്പെടുകയും ചെയ്തു. സൂര്യപ്രകാശം മരത്തിലൂടെ കടന്നു വരുമ്പോൾ അത് ചിതറിപ്പോകുന്നു. നമ്മൾ കണ്ടതാണല്ലേ ചിത്രത്തിൽ. അതിന്റെ കഷ്ണങ്ങൾ തുണിയുടെ കഷ്ണങ്ങൾ പോലെ നിഴലുകളായി മാറുന്നു. അതായത് മരത്തിന്റെ ഇലകൾ സൂര്യപ്രകാശത്തെ തടയുകയും ചെറിയ നിഴലുകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഈ ആൻസർ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം തന്ന ആൻസർ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാകുന്നതിന് വേണ്ടി തന്നതാണ്. പഠിക്കുമ്പോൾ കൂടുതൽ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്നത് ഈ ആൻസർ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. മിട്ടി രംഗ് ഹവാ പാനി കോ ജോഡാ ദിയാ തരാശ് ഇസ്കാ താൽപര്യ ക്യാ ഹെ? മണ്ണ്, നിറം, വായു, വെള്ളം ഇവയെല്ലാം മുറിച്ച് കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആൻസർ ഇവിടെ കൊടുത്തിരിക്കുന്നു. മിട്ടി രംഗ് ഹവാ പാനി കോ ജോഡാ ദിയാ തരാശ് इसका तात्पर्य क्या है? पेड़ ने मिट्टी, रंग, हवा और पानी जैसे तत्वों को तराश कर एक साथ जोड़ा है. जैसे एक दर्जी विभिन्न कपड़ों और धागों को मिलाकर कोई आकृति बनाता है. മരം, മണ്ണ്, നിറങ്ങൾ, വായു, വെള്ളം ഈ തത്വങ്ങളെ മുറിച്ച് കൂട്ടിച്ചേർത്ത് ഒന്നാക്കിയിരിക്കുന്നു. അതായത് ഒരു തയ്യൽക്കാരൻ പല തരത്തിലുള്ള വസ്ത്രങ്ങളുടെ കഷ്ണങ്ങളെയും നൂലിനെയും കൂട്ടിച്ചേർത്ത് ഒരു പ്രത്യേക ആകൃതിയിൽ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ. ഇതിന്റെ മലയാളാർത്ഥം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. കവി മരങ്ങളെ വെറും വൃക്ഷങ്ങളായി കാണുന്നില്ല, മറിച്ച് പ്രകൃതിയുടെ വിവിധ ഘടകങ്ങളെ യോജിപ്പിച്ച് രൂപപ്പെടുത്തി നെയ്തെടുത്ത് മനോഹരവും ഉപയോഗപ്രദവുമായ വസ്തുക്കൾ നിർമ്മിക്കുന്ന ഒരു വിദഗ്ധനായ കരകൗശലക്കാരനായിട്ടാണ് കാണുന്നത്. മണ്ണ്, നിറം, കാറ്റ്, വെള്ളം തുടങ്ങിയ ഘടകങ്ങളെ രൂപപ്പെടുത്തി ഒരുമിപ്പിച്ച് ഒരു തയ്യൽക്കാരൻ വ്യത്യസ്ത തുണിത്തരങ്ങളും നൂലുകളും ചേർത്ത് ഒരു രൂപം നിർമ്മിക്കുന്നത് പോലെ മരങ്ങൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നു. താല്പര്യമുള്ളവരെ കുറിച്ചെടുക്കുക. ഇനി നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. രംഗ് മഹക് കി ഹുയി സിലായി ഇസ്കാ മതലബ് ക്യാ ഹെ? നിറങ്ങളും സുഗന്ധവും തുന്നിച്ചേർക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആശയം എന്താണ്? ഉത്തരവിടെ കൊടുത്തിട്ടുണ്ട്, ഞാനൊന്ന് വായിക്കാം. पेट की सिलाई में रंग और सुगंध दोनों है, जैसे फूलों में रंग और खुशबू दोनों होते हैं. पेट ने फूलों को पश्मीने एक बारीक और कोमल कपड़ा की तरह सिला है, जो उनकी कोमलता और सुंदरता को दर्शाता है. മലയാള അർത്ഥവും കൂടെ താഴെ കൊടുത്തിട്ടുണ്ട്. മരങ്ങൾ വിവിധ ഘടകങ്ങളെ യോജിപ്പിച്ച് പ്രകൃതിയെ സംരക്ഷിക്കുന്നു. മരങ്ങളുടെ തയ്യലിന് നിറവും സുഗന്ധവുമുണ്ട്. പൂക്കൾക്ക് നിറവും സുഗന്ധവും ഉള്ളതുപോലെ മരങ്ങൾ പശ്മീന, നല്ലതും മൃദുവായതുമായ ഒരു തുണിയാണ് പശ്മീന. പശ്മീന പോലെ മൃദുവായ പൂക്കൾ തുന്നിച്ചേർക്കുന്നു. അത് അവയുടെ മൃദുത്വവും സൗന്ദര്യവും കാണിക്കുന്നു. എന്ന് പറഞ്ഞാൽ പൂക്കളുടെ മൃദുത്വവും സൗന്ദര്യവും സൂചിപ്പിക്കുന്നതിനാണ് അതിനെ പശ്മീന എന്ന് പറയുന്ന പട്ടുതുണിയോട് ഉപമിച്ചിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ആൻസർ എഴുതിയെടുക്കാവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാനിത് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. വൻ കെ പേട് മേം വൻ കെ സ്വാദ് സിലേഹെ ക മതലബ് ക്യാ ഹെ? വനത്തിലെ മരങ്ങളിൽ വനത്തിന്റെ രുചി തയ്ച്ചേർത്തിരിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്?
വനത്തിലെ മരങ്ങളിൽ വനത്തിന്റെ രുചി തുന്നിച്ചേർത്തിരിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? ആൻസർ ഞാൻ വായിക്കാം. पेड़ ने आम में आम का स्वाद सिला है, जामुन में जामुन का स्वाद, बाग में बाग का स्वाद और वन के पेड़ में वन का अपना खास स्वाद सिला है. यानी हर फल और स्थान का अपना विशिष्ट स्वाद ही पेड़ की देन है. മലയാളം അർത്ഥം ഞാൻ തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. മരം, മാമ്പഴത്തിൽ മാമ്പഴത്തിന്റെ രുചിയും, ഞാവൽപ്പഴത്തിൽ അതിന്റെ രുചിയും, തോട്ടങ്ങളിൽ അതിന്റെ രുചിയും, വനത്തിലെ മരങ്ങളിൽ അതിന്റെ രുചിയും തുന്നിച്ചേർത്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഓരോ പഴത്തിനും സ്ഥലത്തിനും അതിൻ്റെതായ സവിശേഷമായ രുചിയുണ്ട്. അത് മരത്തിന്റെ സമ്മാനമാണ്. താഴെ ആശയം കൊടുത്തിരിക്കുന്നു. മാമ്പഴത്തിൽ മാമ്പഴത്തിന്റെ രുചിയും, ഞാവൽപ്പഴത്തിൽ അതിന്റെ രുചിയും, പൂന്തോട്ടങ്ങളിൽ പൂന്തോട്ടത്തിന്റെ രുചിയും, കാട്ടുമരത്തിൽ കാടിന്റെ പ്രത്യേക രുചിയും മരം തുന്നിച്ചേർത്തിട്ടുണ്ട്. അതായത് ഓരോ പഴത്തിനും ഫലത്തിനും അതിൻ്റെതായ സവിശേഷമായ രുചി അല്ലെങ്കിൽ പ്രത്യേകതകൾ ഉണ്ട്. അത് മരത്തിന്റെ സമ്മാനമാണ്. വളരെ സിമ്പിളായിട്ട് ഞാൻ ആൻസർ നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. ആപ് അപ്നി സിന്ദഗി കോ കൈസെ സിൽന ചാഹത്തെ ഹെ? ആപ് അപ്നി സിന്ദഗി കോ കൈസെ സിൽന ചാഹത്തെ ഹെ? ഇതിന്റെ മലയാളാശയം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ തുന്നിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു? അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ആരായി തീരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കാം. ഞാൻ പൊതുവായിട്ടുള്ള ഒരു ആശയം വെച്ചാണ് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഇത് മാറ്റി എഴുതാവുന്നതാണ്. എങ്കിലും പൊതുവായി പഠിക്കുന്നതിന് വേണ്ടി ഞാനത് നിങ്ങൾക്ക് വേണ്ടി തരുന്നു. അപ്നി സിന്ദഗി കോ കൈസെ സിൽന ചാഹത്തെ ഹെ? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ തുന്നിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു? നിങ്ങളുടെ ജീവിതത്തെ മുമ്പോട്ട് എങ്ങനെ ജീവിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞാൻ ആൻസർ കൊടുത്തിരിക്കുന്നു. मैं अपनी जिंदगी को एक मजबूत और रंगीन कपड़े की तरह सिलना चाहता हूं. ഞാൻ എൻ്റെ ജീവിതത്തെ നല്ല ശക്തമായ നിറമുള്ള ഒരു വസ്ത്രം പോലെ തുന്നിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. इस कपड़े का हर धागा मेरे लिए बहुत खास होता. ആ വസ്ത്രങ്ങളിലെ ഓരോ നൂലും എന്നെ സംബന്ധിച്ച് വളരെ പ്രത്യേകതയുള്ളതായിരിക്കും. सबसे पहले मैं इसमें ज्ञान का धागा पिरोता. ഏറ്റവും ആദ്യം ഞാൻ കോർക്കുന്ന നൂല് അത് അറിവിന്റെ നൂലായിരിക്കും. താക്കി മേ ഹമേശ കുച്ച് നയാ സീഖ് സകൂ അവർ സമജ്ദാർ ബനൂ. അതുവഴി ഞാൻ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ച് നല്ല അറിവുള്ളവനായി തീരും. ദൂസര ധാഗ ദോസ്തി और प्यार का होता. രണ്ടാമത്തെ നൂല് സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും നൂലാണ്. जिससे मेरी जिंदगी में खुशियां और सहारा बन रहे. അതുവഴി എന്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സഹായവും ഉണ്ടായിരിക്കും. തീസര ധാഗ മെരെ ഹൂനർ और ഖേലോं का होता. മൂന്നാമത്തെ നൂല് എന്റെ കഴിവുകളുടെയും എന്റെ കളികളുടേതും ആയിരിക്കും. ജഹാ മേ അപ്നി പസന്ത് കി ചീസോ മേം ഓർ ഫി ബേഹത്തർ ബൻ സകൂ. ആ നൂൽ തുന്നിച്ചേർക്കുന്നത് വഴി ഞാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് കൂടുതൽ മെച്ചപ്പെട്ടവൻ അല്ലെങ്കിൽ മെച്ചപ്പെട്ടവൾ ആയിത്തീരും. ഫിറാത്ത മദദ് ഓർ ദയാ കാ ധാഗ. പിന്നെ വരുന്നത് സഹായത്തിന്റെ അല്ലെങ്കിൽ ദയയുടെ നൂലാണ്. ജിസ്മേ മേ ദൂസരോം കെ കാം ആ സകും. അതുവഴി ഞാൻ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെട്ടവൻ ആയിത്തീരും. ഓർ ദുനിയാക്കോ ഥോടാ ബെഹത്തർ ബനാ സകും. അങ്ങനെ ഞാൻ എൻ്റെ ലോകത്തെ കൂടുതൽ മെച്ചപ്പെട്ടത് ആക്കി തീർക്കും. മേ ഇസ്മേ സാഹസ് കാ ധാഗ ഭി ബുൻന ചാഹൂങ്ക.
ഇതിനകത്ത് ഞാൻ സാഹസം എന്ന് പറയുന്ന ഒരു നൂലും കൂടെ തുന്നിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. താക്കി മേ മുസ്കുലോം സെ ഡരൂം നഹി. അതായത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഞാൻ ഒരിക്കലും ഭയപ്പെടുകയില്ല. इसके अलावा खुशी और उत्साह के धागे भी बहुत जरूरी होते. ഇതിനെല്ലാം പുറമെ സന്തോഷത്തിന്റെയും ഉത്സാഹത്തിൻ്റെതുമായ ഒരു നൂലും തീർച്ചയായും ആ വസ്ത്രത്തിൽ കാണും. അന്തമേ മേരെ ബെഡെ ബെഡെ സപ്പനോം കാ ധാഗ ഹോത. ഏറ്റവും അവസാനമായി എൻ്റെ വലിയ വലിയ സ്വപ്നങ്ങളാകുന്ന നൂല് അതിൽ ഞാൻ തുന്നിച്ചേർക്കും. ജോ മുച്ചെ ഹമേശ ആവെ ബെട്ടിനേക്കിലെ പ്രേരിതകർത്ത. ആ നൂലാണ് എന്നെ എപ്പോഴും മുമ്പോട്ട് പോകുന്നതിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. इस तरह मैं अपनी जिंदगी के कपड़े को इतना सुंदर और मजबूत बनाता कि वह हर चुनौती का सामना कर सके और हमेशा उसी से भरा रहे. ഇങ്ങനെ ഞാൻ എൻ്റെ ജീവിതമാകുന്ന വസ്ത്രത്തെ ഇത്രയധികം സുന്ദരമാക്കും, അല്ലെങ്കിൽ ഇത്രയധികം ശക്തമാക്കും. അതായത് അത് ജീവിതത്തിലെ ഓരോ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് മുമ്പോട്ട് പോകാൻ എന്നെ സഹായിക്കും. അതുപോലെ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം നിറഞ്ഞിരിക്കുകയും ചെയ്യും. ഇനി ഞാനിതിൻ്റെ മലയാളം ആശയവും കൂടെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും നിങ്ങൾ എപ്പോഴും അത് ഓർത്തിരിക്കണമെന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾക്കിതൊന്ന് മലയാളത്തിലുള്ള ആശയം ഒന്ന് വായിച്ചതിന് ശേഷം ഹിന്ദി നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാനൊന്ന് വായിച്ചു തരാം. ഞാൻ എൻ്റെ ജീവിതത്തെ ഒരു ശക്തവും വർണ്ണാഭവുമായ വസ്ത്രം പോലെ നെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിലെ ഓരോ നൂലും എനിക്ക് വളരെ സവിശേഷമായ ഒന്നായിരിക്കും. ആദ്യം ഞാൻ അതിൽ അറിവിന്റെ നൂല് കോർക്കും. അതുവഴി എനിക്ക് എല്ലായ്പ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ബുദ്ധിശാലിയാകാനും കഴിയും. രണ്ടാമത്തെ നൂല് സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ആയിരിക്കും. അത് എൻ്റെ ജീവിതത്തിൽ സന്തോഷവും താങ്ങും നിലനിർത്തും. താങ്ങെന്ന് പറഞ്ഞാൽ സഹായം എന്നാണ് കേട്ടോ. പിന്നീട് എൻ്റെ കഴിവിന്റെയും കളികളുടെയും മൂന്നാമത്തെ നൂലായിരിക്കും. അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ മികച്ചതാകാൻ ശ്രമിക്കും. അടുത്തത് സഹായത്തിന്റെയും ദയയുടെയും നൂലാണ്. അതിലൂടെ എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാനും ലോകത്തെ അല്പം മെച്ചപ്പെടുത്താനും സാധിക്കും. ഞാൻ അതിൽ ധൈര്യത്തിന്റെ നൂലും നെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുവഴി ഞാൻ ബുദ്ധിമുട്ടുകളെ ഭയപ്പെടില്ല. കൂടാതെ സന്തോഷത്തിന്റെയും ഉത്സാഹത്തിന്റെയും നൂലുകളും വളരെ പ്രധാനമാണ്. അവസാനം എൻ്റെ വലിയ സ്വപ്നങ്ങളുടെ നൂലുണ്ടാകും. അത് എന്നെ എല്ലായ്പ്പോഴും മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിക്കും. ഇങ്ങനെ ഞാൻ എൻ്റെ ജീവിതമാകുന്ന വസ്ത്രത്തെ വളരെ മനോഹരവും ശക്തവുമാക്കും. അത് എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ കഴിവുള്ളതും എല്ലായ്പ്പോഴും സന്തോഷം നിറഞ്ഞതും ആയിരിക്കും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അവിടെ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. കവിതാ മേം പേട് കിൻ കിൻകോ സിൽത്താ ഹെ ചുൻകർ നീച്ചെ ലിഖെ. കവിതയില് മരങ്ങൾ എന്തൊക്കെയാണ് തുന്നിച്ചേർത്തിരിക്കുന്നത്? തന്നിരിക്കുന്ന ബോക്സിൽ നിന്ന് തിരഞ്ഞെടുത്ത് താഴെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ അകത്ത് കവിതയിൽ പറയാത്ത കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, എന്നാൽ കവിതയിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുമുണ്ട്. പക്ഷെ നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് കവിതയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം താഴേക്ക് തിരഞ്ഞെടുത്ത് എഴുതിയാൽ മതി. ഉദാഹരണമായിട്ട് ഒരു ഉദാഹരണം തന്നിരിക്കുന്ന ധൂപ്. രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്കാണ് ധൂപ്, അല്ലെ? ധൂപ് എന്ന് പറഞ്ഞാൽ വെയില്. ഇനി താഴേക്ക് നമുക്ക് എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ കണ്ടുപിടിക്കുക. ഞാൻ എൻ്റെ ആൻസർ തന്നിട്ടുണ്ട്, നോക്കൂ എന്തൊക്കെയാണെന്ന്. ധൂപ് ഓൾറെഡി തന്നിരിക്കുന്നതാണ് അല്ലേ? പിന്നുള്ളത് ഹൊംസലെ, പക്ഷിക്കൂടുകൾ, ഹവായൻ, കാറ്റ്, കിനാരെ, തീരങ്ങൾ, സെമീനെ, മണ്ണ്, ഭൂൽ, പൂക്കൾ. വേറെ കുറെ കാര്യങ്ങൾ കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. തന്നിരിക്കുന്ന കോളത്തിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുത്തെഴുതാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. ആൻസർ എല്ലാവരും കുറിച്ചെടുത്തു എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സംബന്ധ് പഹചാനെ അവർ ജോഡ ബനായെ. തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി ഇതിനെ നിങ്ങൾ ജോഡിയാക്കി പൂരിപ്പിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
ഇടത്ത സൈഡിൽ തന്നിരിക്കുന്ന വാക്കുകൾ ഞാൻ വായിക്കാം. ധൂപ് മിട്ടി പാനി ഫൂൽ. ധൂപ് വെയിലാണ്, മിട്ടി മണ്ണ്, പാനി ജലം, ഫൂൽ പൂക്കൾ. ഇനി വലത്ത് സൈഡിലെ വാക്കുകൾ നോക്കാം. പശ്മീനെ. പശ്മീന എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലേ? ഏറ്റവും മൃദുവായ ഒരു പട്ടുവസ്ത്രം അല്ലെങ്കിൽ കമ്പിളി വസ്ത്രമാണ് പശ്മീന. കമ്പിളി വസ്ത്രം കൊണ്ടുണ്ടാക്കുന്ന ഒരു ഷാളാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ സൗന്ദര്യവും മൃദുത്വവുമാണ്. ഇനി രണ്ടാമത്തേത് ഛായ നിഴൽ, മൂന്നാമത്തേത് രംഗ് നിറം, നാലാമത്തേത് ആകാശ്. ധൂപ് എന്നതിന് ഏതായിരിക്കും ഏറ്റവും ചേരുന്നത്? വെയിൽ വരുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? നമുക്കറിയാം, ഛായ അല്ലെ, നിഴല്. മിട്ടി മണ്ണിന് ചേരുന്ന ഏറ്റവും നല്ല വാക്ക് ഏതാണ്? രംഗ് നിറം, നിറങ്ങൾ മണ്ണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ. പാനി പാനി വെള്ളം ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇവിടെ ഉള്ളതില് ആകാശ്. ഫൂൽ പശ്മീനി, പൂക്കൾ എന്ന് പറഞ്ഞാല് പൂക്കൾ ഏതുപോലെയാണ്? പശ്മീന പോലെയാണെന്നാണ് കവിതയിൽ കവി പറഞ്ഞിരിക്കുന്നത്. അതായത് പട്ടുവസ്ത്രം പോലെ എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെ. ആൻസർ ഞാൻ തരാം നിങ്ങൾക്ക്. നോക്കൂ, ധൂപ്, ഛായ, മിട്ടി, രംഗ്, പാനി, ആകാശ്, ഫൂൽ, പശ്മീനെ. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. കവിതാ സെ യേ ആശയ വാലി പങ്ക്തിയാം ചുൻകർ ലിഖേ. കവിതയിൽ നിന്ന് ഈ ആശയമുള്ള വരികൾ തെരഞ്ഞെടുത്തെഴുതുക. കവിതാ സെ യേ ആശയ വാലി പങ്ക്തിയാം ചുൻകർ ലിഖേ. 4 ആശയങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ധൂപ് കെ സിൽനെ സെ ഛായയെ നിഖർ ഗയി ഹേ. വെയില് തുന്നാൻ നോക്കുമ്പോൾ നിഴലുകൾ ചിതറിപ്പോകുന്നു. പേടിനെ രംഗ് അവർ സുഗന്ധ കി സിലായി കി. മരങ്ങൾ നിറവും സുഗന്ധവും തുന്നിച്ചേർക്കുന്നു. പേടിനെ മിട്ടി രംഗ് ഹവ और പാനി കോ തരാശ് കെ ജുടാ ഹേ. മരം മണ്ണ് നിറങ്ങൾ വായു വെള്ളം എന്നിവയെ മുറിച്ചു ചേർത്ത് കൂട്ടിച്ചേർക്കുന്നു. പേടിനെ പ്രത്യേക ഫൽമേം അപ്നാ സ്വാദ് ഭരാ ഹേ. മരം ഓരോ പഴങ്ങളിലും അതാതിന്റെ സ്വാദ് നിറച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഓരോ വരികളും ഓരോ ആശയവും സൂചിപ്പിക്കുന്ന വരികൾ ഏതാണെന്ന് നോക്കാം. ആദ്യത്തേത് ധൂപ് കെ സിൽനെ സെ ഛായയെ ബിഖർ ഗയി ഹേ. ഏതാണ് ആ വരികള്? നോക്കൂ, ധൂപ് സിലി തോ ബിഖർ ഗയി കതരന് കതരന് ഛായയെ. ധൂപ് സിലി തോ ബിഖർ ഗയി കതരന് കതരന് ഛായയെ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കുക, രണ്ടാമത്തെ ആശയം നോക്കുക. पेट ने रंग और सुगंध की सिलाई की. നോക്കൂ, रंग महक की हुई सिलाई. रंग महक की हुई सिलाई. അടുത്തത് पेड़ ने मिट्टी रंग हवा और पानी को तराश के जोड़ा है. വരികൾ നോക്കൂ, മിട്ടി രംഗ് ഹവാ പാനി കോ ജോടാ ദിയ തരാശ്. അടുത്തത് पेट ने प्रत्येक फल में अपना स्वाद भरा है. മരം ഓരോ പഴങ്ങളിലും അതാതിന്റെ സ്വാദം നിറച്ചിരിക്കുന്നു. അത് ഒരു വരിയിലല്ല, അവസാനത്തെ 4 വരികളിലായിട്ടാണ് വരുന്നത്. ആം മേ ആം കെ സ്വാദ് സിലേ ഹെ, जामुन में जामुन के, बाग में बाग के स्वाद सिले के, वन के पेड़ में वन के. ഈ 4 വരികളിലായിട്ടാണ് കവി ഈ ആശയം തന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. शब्दों का आपसी संबंध पहचाने, सिले या सिलीन से पूरा करे. सिले सिली, സിൽന എന്ന് പറഞ്ഞാൽ തുന്നിച്ചേർക്കുക എന്നാണ്. ഇവിടെ സിലെ സിലീം എന്ന് പറഞ്ഞിരിക്കുന്നത്, സിലെ എന്നുള്ളത് പുല്ലിംഗം ബഹുവചനവും സിലീം എന്നുള്ളത് സ്ത്രീലിംഗം ബഹുവചന പദത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നതിന് ശേഷമുള്ള പദങ്ങൾ
പുല്ലിംഗം ബഹുവചനമാണെങ്കിൽ നമ്മൾ സിലെ എന്ന് ഉപയോഗിക്കുന്നു. ശേഷമുള്ളത് സ്ത്രീലിംഗം ബഹുവചനമാണെങ്കിൽ സിലീം എന്ന് ഉപയോഗിക്കണം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഉദാഹരണം തന്നിട്ടുണ്ട്. സിലെ ഖോംസലെ, പക്ഷിക്കൂടുകൾ എന്ന വാക്ക്, ഖോംസലെ എന്ന വാക്ക് പുല്ലിംഗം ബഹുവചനമായതുകൊണ്ട് സിലെ ഖോംസലെ. ഹവായേം സ്ത്രീലിംഗം ബഹുവചനമായതുകൊണ്ട് സിലീം ഹവായേം. കിനാരെ പുല്ലിംഗം ബഹുവചനമായതുകൊണ്ട് സിലെ കിനാരെ. സെമീനയും സ്ത്രീലിംഗം ബഹുവചനമായതുകൊണ്ട് സിലീം സെമീനെ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഈ ഭാഗം പൂരിപ്പിക്കാനായിട്ട്. പത്തെ, കലിയാം, നദിയാം, ഡാലിയാം. ഇതില് പുല്ലിംഗം ബഹുവചനത്തിന് മുമ്പ് നമ്മൾ സിലെ എന്നും സ്ത്രീലിംഗം ബഹുവചനങ്ങൾക്ക് മുമ്പിൽ സിലീം എന്നുമാണ് ചേർക്കേണ്ടത്. നിങ്ങൾക്ക് വളരെ എളുപ്പം ഇത് കാണുമ്പോഴേ മനസ്സിലാകും. മിക്കവാറും വാക്കുകൾ യകാരത്തിൽ അവസാനിക്കുന്നത് പുല്ലിംഗ ബഹുവചനമായിരിക്കും, യാം ചേർത്ത് അവസാനിക്കുന്നത് സ്ത്രീലിംഗം ബഹുവചനവും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പത്ത് എന്നുള്ളത് ഇവിടെ പുല്ലിംഗം ബഹുവചനമാണ്. കലിയാം, നദിയാം, ഡാലിയാം എന്നീ 3 വാക്കുകളും സ്ത്രീലിംഗം ബഹുവചന ശബ്ദങ്ങളും ആണ്. അപ്പൊ പത്തേക്ക് മുമ്പേ നമ്മൾ ചേർക്കേണ്ട ഏതാണ്? സിലേ, സിലേ പത്തേ. ബാക്കി 3 സ്ത്രീലിംഗം ബഹുവചനമായതുകൊണ്ട് ബാക്കി 3ന്റെ മുമ്പിൽ നമ്മൾ ചേർക്കേണ്ടത് സിലീം എന്ന വാക്കാണ്. സിലീം കലിയാം, സിലീം നദിയാം, സിലീം ഡാലിയാം എന്നാണ് നമ്മൾ ഇതിന്റെ ആൻസർ എഴുതേണ്ടത്. ഞാനിവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. സിലേ പത്തേ, സിലീം കലിയാം, സിലീം നദിയാം, സിലീം ഡാലിയാം. ആൻസർ എല്ലാവരും കുറിച്ചെടുത്തു എന്ന് കരുതുന്നു. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. पेड़ को दर्जी क्यों कहा गया है, चर्चा चलाए. पेड़ को दर्जी क्यों कहा गया है, चर्चा चलाए. കവിത ആശയം ലിഖേ. ഈ രണ്ടും കൂടെ ഒന്നായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കവിതയുടെ ആശയം എഴുതുക. കവിതയുടെ ആശയം എന്ന് പറയുന്നത് കവി മരത്തെ ഒരു തയ്യൽക്കാരനായിട്ടാണ് ഈ കവിതയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് കവിതയുടെ ആശയം. ഞാൻ അതിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. एक कविता एक पेड़ को संबोधित करती है और उसे एक दर्जी से तुलना करती है. ഈ കവിത ഒരു മരത്തെ സംബോധന ചെയ്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ആ മരത്തിനെ ഒരു തയ്യൽക്കാരനോട് താരതമ്യം ചെയ്തിരിക്കുന്നു. കവി पेड़ को कहता है कि तुम सिर्फ एक पेड़ नहीं हो, तुम एक दर्जी हो. കവി മരത്തോട് പറയുന്ന ഇതാണ്, നീ വെറും ഒരു മരമല്ല, നീ ഒരു തയ്യൽക്കാരനാണ്. തുമ്നെ കിത്നെ ഖോംസലെ പക്ഷിക്ക് ഘർ സിയേഹെ. നീ എത്ര പക്ഷിക്കൂടുകൾ, ഖോംസല എന്ന് പറഞ്ഞാൽ പക്ഷിക്കൂടെന്നാണ്, സിയേഹെ പിന്നെ ചേർത്തിരിക്കുന്നു. കിത്നി ഹവായേം സിയേഹെ, എത്ര കാറ്റുകൾ എന്ന് പറഞ്ഞാൽ കാറ്റ് മാറി മാറി വരുന്നതനുസരിച്ചാണ് കാലാവസ്ഥ മാറുന്നത് അല്ലേ, അതാണ് മൗസം. സിയേഹെ ജബ് ധൂപ് സിലി തോ വഹ് ബിഖർ ഗയി. നീ വെയിലിനെ തുന്നാൻ നോക്കിയപ്പോൾ അത് ചിതറിപ്പോയി. ധൂപ് കിരണേം പേട് കെ പത്തോം ഏക്കർ ഗുസരി. വെയിലിന്റെ കിരണങ്ങൾ മരത്തിന്റെ ഇലകളിൽ കൂടെ കടന്നു വന്നു. അതിനെയാണ് സൂചിപ്പിക്കുന്നത്. അവർ കതരൻ കതരൻ ചായായെ ബെൻഗൈ. ചെറിയ ചെറിയ നിഴലുകളായി അത് മാറി. കവി ഫിർ ദോഹരാത്താ ഹേ കി പേട് തും സിർഫ് ഏക് പേട് നഹീം ഹോ, തും ഏക് ദർജി ഹോ. കവി വീണ്ടും ആവർത്തിക്കുന്നു, മരമേ നീ വെറും ഒരു മരമല്ല, നീ ഒരു തയ്യൽക്കാരനാണ്. एक कविता पेड़ के महत्व और उसके द्वारा प्रदान की जाने वाली विभिन्न चीजों को एक अनोखे और काव्यात्मक तरीके से दर्शाती है. ഈ കവിത മരത്തിന്റെ പ്രാധാന്യവും മരം നമുക്ക് നൽകുന്ന വസ്തുക്കളെയും ഒരു വളരെ ഭംഗിയായ രീതിയിൽ, കാവ്യാത്മകമായ രീതിയിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. पेड़ को दर्जी कहकर कवि यह बताना चाहता है कि पेड़ प्रकृति में विभिन्न तत्वों को आकार देता है. മരത്തെ തയ്യൽക്കാരൻ എന്ന് വിളിക്കുന്നത് വഴി കവി ഉദ്ദേശിക്കുന്നത് മരം പ്രകൃതിയിലെ വിഭിന്ന തത്വങ്ങൾക്ക് ആകാരം അല്ലെങ്കിൽ രൂപം നൽകുന്നു എന്നാണ്. ഉനേം ആശ്രയ ദേത്താ ഹെ, അവയ്ക്കൊക്കെ ആശ്രയം നൽകുന്നു. और उन्हें एक साथ जोड़ता है, അവയെല്ലാം കൂട്ടിച്ചേർക്കുന്നു. जैसे एक दर्जी कपड़े सिलता है, वैसे ही पेड़ घोंसलों को सहारा देता है, हवा को दिशा देता है और धूप को छाकर छाया प्रदान करता है. ഒരു തയ്യൽക്കാരൻ വസ്ത്രം തുന്നിച്ചേർക്കുന്നത് പോലെ കവി പക്ഷിക്കൂടുകൾക്ക് സഹായം നൽകുന്നു,
വായുവിന് അല്ലെങ്കിൽ കാറ്റിന് ദിശ നൽകുന്നു, വെയിലിനെ അരിച്ചിറക്കി അതിനെ നിഴലുകളാക്കി മാറ്റുന്നു. धूप का बिखर जाना और कतरन कतरन छायाएं बनना पेड़ की पत्तियों द्वारा प्रकाश के अद्भुत फैलाव को दर्शाता है. വെയിൽ ചിതറുക അല്ലെങ്കിൽ അത് നിഴലുകളുടെ കഷ്ണങ്ങളായി മാറുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരത്തിന്റെ ഇലകൾക്കിടയിലൂടെ പ്രകാശം വളരെ ഭംഗിയായി പരക്കുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. तुमने मिट्टी को सिलकर अलग अलग रंग बनाए हैं, जैसे कुम्हार मिट्टी से रंगीन चीजें बनाता है या प्रकृति मिट्टी से विभिन्न रंगों की वस्तुएं बनाती है. നീ മണ്ണിനെ തുന്നിച്ചേർത്ത് പല നിറങ്ങളെ ഉണ്ടാക്കുന്നു. ഒരു കുശവൻ എങ്ങനെയാണോ മണ്ണുകൊണ്ട് വിവിധ രൂപങ്ങളിലുള്ള വസ്തുക്കൾ തയ്യാറാക്കുന്നത്, അതുപോലെ പ്രകൃതി മണ്ണിന്റെ വിവിധ നിറങ്ങളെ കൂട്ടിച്ചേർത്ത് പലതരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടാക്കുന്നു. തുമ്നെ പാനിക്കോ ആകാശത്തെ സാബ് സിലാഹെ, നീ വെള്ളത്തെ ആകാശവുമായി തുന്നിച്ചേർക്കുന്നു. ഞാൻ ഈ പാനി ഓർ ആകാശക്കോ ഇത്തക ജോഡാഹെ ജैसे एक दूसरे के पूरक हो, അതായത് വെള്ളത്തെയും ആകാശത്തെയും അവ പരസ്പരം പൂരകമാകത്തക്ക രീതിയിൽ കൂട്ടിച്ചേർക്കുന്നു. ജैसे बादल पानी से बनते हैं और आकाश में छाते हैं, അതായത് മേഘങ്ങൾ ഉണ്ടാകുന്നത് വെള്ളത്തിൽ നിന്നാണ്, അവ ആകാശത്ത് വ്യാപിക്കുന്നു. तुमने मिट्टी रंग हवा और पानी जैसे तत्वों को तराश कर एक साथ जोड़ा है, നീ മണ്ണ്, നിറം, വായു, വെള്ളം ഈ തത്വങ്ങളെ മുറിച്ചു ചേർത്ത് വളരെ ഭംഗിയായി കൂട്ടിച്ചേർത്തിരിക്കുന്നു. जैसे एक दर्जी विभिन्न कपड़ों और धागों को मिलाकर कोई ആകൃതി बनाता है, ഒരു തയ്യൽക്കാരൻ പലതരത്തിലുള്ള വസ്ത്രങ്ങൾ കൂട്ടിച്ചേർത്ത് നൂലും ഉപയോഗിച്ച് കൂട്ടിച്ചേർത്ത് ആകൃതി നൽകുന്നത് പോലെ പേടിനെ അൻഗിനത് കിനാരെ കിയേഹ്, മരം ഒത്തിരി തീരങ്ങളെ അല്ലെങ്കിൽ അരികുകളെ തുന്നിച്ചേർത്തിരിക്കുന്നു. तुमने बहुत सी जमीनों को सिला है, जैसे एक पेड़ अपनी जड़ों से जमीन को थामे रखता है. നീ ഒത്തിരി ഭൂമിയെ തുന്നിച്ചേർത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു മരം അതിന്റെ വേരുകൾ കൊണ്ട് മണ്ണിനെ താങ്ങി നിർത്തുന്നു. തുമാരി സിലായി മേം രംഗ് അവർ സുഗന്ധം ദോനോം ഹെ, നിന്റെ തുന്നലിൽ നിറവും സുഗന്ധവും രണ്ടുമുണ്ട്. ജൈസെ ഫൂലോമേം രംഗ് അവർ ഖുഷ്ബു ദോനോം ഹോത്തേ ഹെ, അതായത് പൂക്കളിൽ നിറങ്ങളും സുഗന്ധവും ഉള്ളതുപോലെ. तुमने फूलों को പശ്മീനെ एक बारीक कोमल कपड़ा, നീ പൂക്കളെ പശ്മീന പോലെ തുന്നിച്ചേർക്കുന്നു. तुमने मिट्टी को पश्मीने की तरह सिला है, जो उनकी कोमलता और सुंदरता को दर्शाता है, അത് അതിന്റെ സൗന്ദര്യത്തെ സൂചിപ്പിക്കുന്നു. तुमने आम में आम का स्वाद सिला है, നീ മാങ്ങയിൽ മാങ്ങയുടെ സ്വാദ് തുന്നിച്ചേർത്തിരിക്കുന്നു. ജാമൂൻ മേം ജാമൂൻ കാ സ്വാദ്, ഞാവൽപ്പഴത്തിൽ ഞാവൽപ്പഴത്തിന്റെ സ്വാദ് തുന്നിച്ചേർത്തിരിക്കുന്നു. ബാഗ് മേം ബാഗ് കാ സ്വാദ് और वन के पेड़ में मन का अपना खास സ്വാദ് സിലാഹി, ഓരോ തോട്ടങ്ങളിലും അതതിൻ്റെതായ സ്വാദുകൾ തുന്നിച്ചേർത്തിരിക്കുന്നു. വനത്തിലെ മരങ്ങളിൽ വനത്തിൻ്റെതായ പ്രത്യേക രുചി തുന്നിച്ചേർത്തിരിക്കുന്നു. यानी हर फल और स्थान का अपना विशिष्ट स्वाद तुम्हारी ही देन है, ഓരോ സ്ഥലത്തിന്റെയും ഓരോ പഴത്തിന്റെയും വിശിഷ്ടമായ സ്വാദ് നിന്റെ സംഭാവനയാണ്. कुल मिलाकर यह कविता पेड़ों को प्रकृति का एक महान दर्जी बनाती है. ചുരുക്കി പറഞ്ഞാൽ ഈ കവിത മരങ്ങളെ പ്രകൃതിയിലെ ഒരു മഹാനായ തയ്യൽക്കാരൻ എന്ന് വിളിക്കുന്നു. जो अपने कार्यों से धरती को रंगीन, सुगंधित और स्वादिष्ट और जीवंत बनाते हैं, അത് അതിന്റെ കാര്യങ്ങൾ വഴിയായി പ്രകൃതിയെ നിറമുള്ളതും സുഗന്ധിതവും സ്വാദിഷ്ടവുമാക്കി മാറ്റുന്നു. അവർ ജീവവും को ആശ്രയ പ്രദാനം करते हैं, ജീവികൾക്ക് ആശ്രയം പ്രദാനം ചെയ്യുന്നു. यह कविता पेड़ों के महत्व और प्रकृति की अद्भुत रचनात्मक शक्ति पर प्रकाश डालती है. ഈ കവിത മരങ്ങളുടെ മഹത്വത്തെയും അത് പ്രകൃതിയുടെ അത്ഭുതകരമായ രചനാത്മക ശക്തിയെയും നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിലേക്ക് വെളിച്ചം വീശുന്നു. ആശയം മനസ്സിലായി എന്ന് കരുതുന്നു. മലയാളത്തിലുള്ള ആശയം താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതുകൂടെ വായിച്ചു നോക്കാവുന്നതാണ്. മുഴുവൻ ആശയം വരുമ്പോൾ അല്പം കൂടുതലുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഈ ക്വസ്റ്റ്യനും അതിന്റെ മലയാള ഉത്തരവും നൽകിയിരിക്കുന്നത്, കവിതയുടെ ആശയം നന്നായിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടി. പ്രിയ കുട്ടികളെ,
ഈ ചോദ്യത്തിന്റെ ഉത്തരം വളരെ സിമ്പിളായി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പഠിക്കത്തക്ക രീതിയിൽ ഞാൻ നൽകിയിട്ടുണ്ട്. അതുകൂടെ ഇതിനോടൊപ്പം ചേർക്കുന്നു. कविता आपको कैसे लगी? अपना मत प्रकट करते हुए कवि के नाम पत्र लिखे. കവിത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം സൂചിപ്പിച്ചുകൊണ്ട് കവിക്ക് ഒരു കത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയ കവിയെ സംബോധന ചെയ്യണം. കത്തിന്റെ ഒരു ഘടന വേണം അല്ലേ? നമ്മൾ സംബോധന ചെയ്യണം. അതിൻ്റെ അകത്ത് തീയതി, സ്ഥലം, അതുപോലെ എഴുതുന്നയാൾ ആരാണെന്ന് സൂചിപ്പിക്കണം. അയാളുടെ പേര്, ഒപ്പ് ഇത്രയും വേണം. प्रिय कवि, आपकी कविता पेड़ पढ़कर मुझे बहुत खुशी हुई. यह कविता सिर्फ एक पेड़ के बारे में नहीं है, बल्कि उसने हमें सिखाया कि कैसे पेड़ हमारे लिए कितने सारे काम करते हैं, जिनके बारे में हम कभी सोचते भी नहीं. आपने पेड़ को एक दर्जी बताया. यह मुझे बहुत पसंद आया. यह दिखाता है कि कैसे पेड़ घोंसले, हवाएं, जमीनें और यहाँ तक कि धूप की छाया भी बनाते हैं. आपने रंगों और खुशबू को सिलने की बात कही. और फलों में स्वाद भरने की बात कही. यह सब पढ़कर लगा कि पेड़ सच में एक जादूगर जैसा है, जो सब कुछ जोड़कर सुंदर बनाता है. आपकी कविता ने मुझे पेड़ों के प्रति और भी ज्यादा आदर करना सिखाया है. अब जब मैं किसी पेड़ को देखूंगा तो मुझे आपका दर्जी वाला विचार याद आएगा. आपकी इस खूबसूरत रचना के लिए बहुत बहुत धन्यवाद. आपका एक पाठक. नाम हारिस. പ്രിയ കുട്ടികളെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ചോദ്യോത്തരങ്ങളെല്ലാം വളരെ സിമ്പിളായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിലുമാണ് നൽകിയിരിക്കുന്നത്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുകയും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ ഞാൻ എത്തുന്നതായിരിക്കും. താങ്ക് യു ഓൾ.